ആദ്യ യാത്രയിൽ ലീഡ് ചെയ്ത് ഡ്രാഗൺ ആയിരുന്നെങ്കിൽ രണ്ടാമത്തിൽ അസെൻഷൻ ആയിരുന്നു. ഇപ്പൊ നിലവിൽ എത്ര കപ്പലുണ്ട്? അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ. ബറച്ച് ബറച്ച് അഹമ്മദ് കാ, ബറച്ച് ബറച്ച് അഹമ്മദ് കാ, അഹമ്മദ് അഹമ്മദ്. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദാണ്. എല്ലാവർക്കും സുഖമാണോ? നിങ്ങൾ എന്റെ വിശേഷങ്ങളൊന്നും തിരക്കാറില്ലാലോ. ഒരു മാസത്തിലധികമായി ഒരു ഹോസ്പിറ്റൽ പ്രയാസത്തിലായിരുന്നു. ഫുൾ ടൈം ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വന്നു. അതുകൊണ്ട് ക്ലാസ്സിലൊന്നും എടുക്കാൻ പറ്റില്ല. നിങ്ങൾക്കറിയാം, സ്ട്രൈക്കർ കോച്ചിങ് എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനമോ ഒരുപാട് സ്റ്റാഫ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഫ്രീ ക്ലാസ്സുകൾ ടെലഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും നൽകുന്നതിൽ എനിക്ക് ഒരുപാട് പരിമിതിയുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ടെലഗ്രാം കൂട്ടായ്മയിൽ ഒരുപാട് കുട്ടികൾക്കും വാട്സപ്പിലൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. അവരൊക്കെ അറിഞ്ഞിരുന്ന വിശേഷങ്ങൾ, എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളെ PSC പഠിപ്പിക്കാൻ ഇവരെ 6 വർഷത്തിന് മുകളിൽ യൂട്യൂബിലൂടെ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികളെ പരിചയപ്പെടാനും അവരുടെയൊക്കെ പിന്തുണ ഈ ഒരു ഘട്ടത്തിൽ 1.5 മാസത്തോളം ഹോസ്പിറ്റലായി വലിയ പ്രയാസത്തിലായപ്പോൾ കിട്ടി. അതിനൊരു നന്ദി ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് പഠിക്കാം. നമ്മൾ SCERT പാഠഭാഗങ്ങൾ പഠിച്ചു തുടങ്ങിയത് അല്ലെ. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസും ബേസിക് സയൻസും ചാപ്റ്റേഴ്സ് ഒരുവിധം എല്ലാം നമ്മൾ എടുത്തു. ഇനി 8, 9, 10 ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ 8ാം ക്ലാസ്സില് ബേസിക് സയൻസിന്റെ ഒരു ക്ലാസ് നിങ്ങൾ ഇതിനോടകം കണ്ടിട്ടുണ്ടാവും. അപ്പൊ 8ാം ക്ലാസ്സിലെ ആ ചാപ്റ്ററിന്റെ ലിങ്ക് ഞാൻ മുകളിൽ പ്രൊവൈഡ് ചെയ്യാം, അത് കാണുക. നമ്മൾ സോഷ്യൽ സയൻസ് 1 by 1 ആയിട്ട് പഠിച്ചു തുടങ്ങിയാണ്. ബേസിക് സയൻസും അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാമിലെ കുട്ടികൾക്കൊക്കെ എടുത്തിട്ടുണ്ട് ഓൾറെഡി. നമുക്കൊരു LGSന്റെ ബാച്ച് മാത്രമേ ഉള്ളൂ. ആ ബാച്ചിൽ എടുത്തിരുന്നു. അപ്പൊ അവിടെ ജീവന്റെ ഉത്ഭവം നിങ്ങൾക്ക് കാണാൻ പറ്റും. ജീവന്റെ വൃക്ഷം, കോശങ്ങളും കോശജാലങ്ങളും വൈവിധ്യങ്ങളുടെ സൗന്ദര്യം, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ യൂട്യൂബിലും ഫ്രീ ആയിട്ട് എടുക്കും. അപ്പൊ നമ്മളിപ്പോ തുടങ്ങുന്നത് സോഷ്യൽ സയൻസ് ആണ്. ഒരു മാസം കൊണ്ട് 8ാം ക്ലാസ് കംപ്ലീറ്റ് ആക്കണം. പരമാവധി വേറെ പ്രയാസമൊന്നുമില്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യും. നിങ്ങൾ മാക്സിമം ലൈക്ക് അടിച്ച് നിങ്ങളുടെ സപ്പോർട്ട് ഓക്കെ. എപ്പോഴും യൂട്യൂബ് ക്ലാസ്സുകൾ ചെയ്യാൻ വേണ്ടി എനിക്കുള്ള ഒരു ഊർജ്ജം നിങ്ങളുടെ പിന്തുണയാണ് മക്കളെ. നമുക്ക് അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അടിച്ചു പൊളിച്ചു പഠിക്കണം കേട്ടോ. ഇതെല്ലാം ക്ലാസ് എടുത്തിട്ട് ഇതിന്റെ എക്സാമും ഫ്രീ ആയിട്ട് ടെലഗ്രാം ചാനൽ നൽകും. ഇതിന്റെ PDF മെറ്റീരിയൽ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടെലഗ്രാമിന്റെ ലിങ്ക് കമന്റിൽ ഉണ്ടാവും, അത് ഫോളോ ചെയ്യുക കേട്ടോ. കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ഈ ക്ലാസ്സിനകത്ത് പറയാനുണ്ട്. ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത് ഏതാണ്? ചാപ്റ്ററിന്റെ പേര് അധിനിവേശവും ചെറുത്തുനിൽപ്പും. ചാപ്റ്റർ തുടങ്ങുന്നത് ഒരു പുസ്തകത്തിലെ കുറച്ച് വരികൾ കൊടുത്തുകൊണ്ടാണ്. പുസ്തകത്തിന്റെ പേര് ഞാൻ ആദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ജെയിംസ് ഫൾച്ചർ എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമാണ് ക്യാപിറ്റലിസം എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ. ജെയിംസ് ഫൾച്ചറിന്റെ ഒരു കൃതിയാണ് ക്യാപിറ്റലിസം എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ. ഒന്ന് പഠിച്ചു വെച്ചേക്ക് കേട്ടോ. അപ്പോ ഒരു പക്ഷെ ചോദിക്കാലോ, ഈ ഒരു പുസ്തകത്തിനകത്ത് പറയുന്ന ഫാക്ട്, അന്നത്തെ കാലഘട്ടത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നതിൽ ചിലത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട നല്ല പരീക്ഷകളൊക്കെ പോകുമ്പോൾ ഒരു പക്ഷെ ഇത് ചോദിക്കാം. ഞാൻ അതൊന്ന് മാറ്റി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ. നോക്കൂ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച കാലഘട്ടം, അതുപോലെ തന്നെ അവരുടെ ഇന്ത്യയിലേക്കുള്ള വരവ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. മുമ്പ് ഞാൻ തന്നെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ ഈ ചാനലിലുണ്ട്. അപ്പോ അത് നമുക്ക് അറിയാമെങ്കിലും ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടേതായ രൂപത്തിലേക്ക് ഇന്ത്യ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് ആദ്യമായിട്ടൊക്കെ ഷിപ്പ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ വ്യാപാരത്തിന് വേണ്ടി വന്ന കഥകൾ പലർക്കും അറിയില്ല. ആ കഥകളാണ് യഥാർത്ഥത്തിൽ ഇവിടെ പറയുന്നത്. നോക്കൂ, 1600കളിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുന്നത്. നിങ്ങൾക്കറിയാം, 1600ലാണ് അല്ലെ. 1601 എന്ന് പറയുന്ന വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. വർഷം ഏതാണ്? 1601. ഓക്കെ ആണല്ലോ, പഠിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ. ഇവര് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണല്ലോ. ഇവരൊരു സെറ്റ്, ഒരു 4 ഷിപ്പുകളുടെ ഒരു കൂട്ടം അന്ന് ആദ്യമായിട്ട് 1601 നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഈ പറയുന്ന ഈസ്റ്റ് മേഖലയിലേക്ക് വരികയാണ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇവിടെ പറയുന്നത്. ഈസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞാൽ ഇന്ന് യഥാർത്ഥത്തിൽ ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള മേഖലയാണ് കേട്ടോ. ഈസ്റ്റ് ഇൻഡീസ് കാണാൻ, ഈസ്റ്റ് ഇൻഡീസ് ആണ് ഇന്ത്യ അല്ല കേട്ടോ. ഈസ്റ്റ് ഇൻഡീസ് ആണ് ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള മേഖല. അപ്പൊ അവിടേക്ക് അവർ എത്തുകയാണ് 1601. 4 കപ്പലുകൾ. ഈ കപ്പലിന്റെ നേതൃത്വം കൊടുത്ത കപ്പലിന്റെ പേര് റെഡ് ഡ്രാഗൺ എന്നായിരുന്നു. അത് ഞാൻ മാറ്റിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഡിഗ്രി ലെവൽ എക്സാം ഒക്കെ എഴുതാൻ പോകുന്നവരുണ്ടാവും ഇതിനകത്ത്. അപ്പൊ റെഡ് ഡ്രാഗൺ അഥവാ ഡ്രാഗൺ എന്ന് പഠിച്ചു നോക്കുക. ഡ്രാഗൺ. മറ്റു 3 കപ്പലുകൾ അതിനെ അനുഗമിച്ചുകൊണ്ട് അസെൻഷൻ എന്ന് പറയുന്ന ഒരു കപ്പൽ, അസെൻഷൻ. മറ്റൊന്ന് ഹെക്ടർ, ഒന്ന് സൂസൻ. ഞാൻ 4 ഇവിടെ എഴുതുന്നുണ്ടോ, നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കില്ലേ? അസെൻഷൻ, ഹെക്ടർ, സൂസൻ, ഡ്രാഗൺ. 4 കപ്പലുകൾ. ഡ്രാഗണും അസെൻഷനും സൂസനും ഹെക്ടറും വേണമെങ്കിൽ കോഡാക്കാം, കോഡിന്റെ ആവശ്യമില്ല അല്ലെ. ഇത്ര ഹെക്ടർ, സൂസനും അസനും, ഡ്രാഗൺ ഫ്രൂട്ടോ അങ്ങനെ പഠിച്ചു വെച്ചോ. ഹെക്ടർ, ഡ്രാഗൺ, അസെൻഷൻ, സൂസൻ. ഇവിടെ ഈ 4 കപ്പലുകൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്തോനേഷ്യ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സ്പോട്ടാണ് സുമാത്ര. അപ്പൊ ഇവിടെ സുമാത്ര എന്ന സ്ഥലവും ജാവ എന്ന സ്പോട്ടും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക.
ഏതൊക്കെയാണ് സ്ഥലങ്ങള്? സുമാത്ര, ജാവ. 4 കപ്പലുകൾ ഞാൻ പറയുന്നില്ല, അവിടെ മാറ്റി എഴുതിയിട്ടില്ല. അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ. ഓക്കെ ആണല്ലോ. ഇവിടെ ഈ സ്പോട്ടുകൾ എത്തുകയും കുരുമുളക് ഉൾപ്പെടെയുള്ള മറ്റു ഉൽപ്പന്നങ്ങളുമായി ഇവര് അവിടുന്ന് തിരിച്ചു വരികയും ചെയ്യുകയാണ്. 1601 ഇവർ പുറപ്പെട്ടത്. തിരിച്ചു വന്ന കഥകളൊന്നും കറക്റ്റ് നിങ്ങൾ പഠിക്കണ്ട. ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിന്റെ ആദ്യത്തെ കപ്പൽ യാത്ര നടത്തിയ വർഷം ഏതാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച 1600 നിങ്ങൾക്കറിയാം, എലിസബത്ത് രാജ്ഞിയുടെ കാലഘട്ടത്തിലാണ് അല്ലെ. 1601 അവര് ആദ്യ കപ്പൽ യാത്ര ഈസ്റ്റ് ഇൻഡീസിലേക്ക് നടത്തുന്നു, അല്ലെങ്കിൽ ഇന്നത്തെ ഇന്തോനേഷ്യൻ മേഖലയിലേക്ക് നടത്തുന്നു. ഇതിനുശേഷം ഇവർ രണ്ടാമതായി പോവുകയാണ്. രണ്ടാമതായി പോകുന്ന വർഷം ഞാനിവിടെ മാറ്റി എഴുതുന്നു. 1604. കാണുന്നുണ്ട് നിങ്ങൾ തൊട്ട് എഴുതി 1604. 1600 രൂപീകരിക്കുന്നു. 601 ആദ്യത്തെ കപ്പൽ യാത്ര, രണ്ടാമത്തെ 604. ഈ ഒരു യാത്രയിൽ എന്ത് സംഭവിച്ചു എന്ന് ചുമ്മാ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു ഇൻട്രസ്റ്റോട് കൂടി പഠിക്കുക അല്ലെ. ജെയിംസ് ഫെർച്ചറിന്റെ ഈ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞ പുസ്തകത്തിലുള്ള വരികളാണെങ്കിലും നമുക്കത് വളരെ മനോഹരമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കഥയാണ്. ഈ 4 കപ്പലുകൾ വീണ്ടും പോകും. അതിലൊരു കപ്പല് അപകടത്തിൽപ്പെടുകയാണ്. കേൾക്കുമ്പോ ഹെക്ടർ എന്നും ഡ്രാഗൺ എന്നും അസെൻഷൻ എന്നും സൂസൻ എന്നും കേൾക്കുമ്പോൾ ഒരു ലേഡി അല്ലെ, ഒരു തോന്നുന്ന ഒരു പേരാണ് സൂസൻ. സൂസൻ എന്നൊരു ലേഡി നെയിം പോലെ തോന്നില്ലേ. അപ്പൊ സൂസൻ അപകടത്തിൽപ്പെടുന്നു. 4 പേരിൽ ആ പെൺകുട്ടി അപകടത്തിൽപ്പെടുന്നു. സൂസൻ. ആലോചിക്കുക, സൂസനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അസെൻഷനും ഡ്രാഗണും ഒക്കെ പോകുന്നുവെങ്കിലും സൂസനിലെ ആളുകളെ രക്ഷിക്കാൻ പറ്റുന്നില്ല. സൂസൻ എന്ന കപ്പൽ നഷ്ടപ്പെടുന്നു. രണ്ടാമത്തെ ദൗത്യമാണ് 1604 പോകുന്നത് കേട്ടോ. അവിടെ തിരിച്ചു വരുന്നത് ആരൊക്കെയാണ്? അപ്പം അസെൻഷൻ ഉണ്ട്, ഡ്രാഗൺ ഉണ്ട്, ഹെക്ടർ ഉണ്ട്. ഇവർക്ക് ഹെക്ടറിനെ രക്ഷിക്കാൻ പറ്റി. ഇവർ അങ്ങനെ 3 കപ്പൽ തിരിച്ചു വന്നു. ഓക്കെ. രണ്ടാമത്തെ ദൗത്യത്തിൽ ശരിക്കും ലീഡ് ചെയ്ത ഷിപ്പ് അസെൻഷൻ ആയിരുന്നു. അത്രയ്ക്ക് ഡീപ്പായി നിങ്ങൾ പഠിക്കണ്ട. ആദ്യ യാത്രയിൽ ലീഡ് ചെയ്ത് ഡ്രാഗൺ ആയിരുന്നെങ്കിൽ രണ്ടാമത്തിൽ അസെൻഷൻ ആയിരുന്നു. ഇപ്പൊ നിലവിൽ എത്ര കപ്പലുണ്ട്? അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ. ആദ്യം ലീഡ് ചെയ്തത് ഡ്രാഗൺ, 1604 ലീഡ് ചെയ്ത് അസെൻഷൻ എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഉള്ളത് ഹെക്ടർ ആണ്, കാരണം സൂസൻ നഷ്ടപ്പെട്ടു. ഈ കഥ നിങ്ങൾക്ക് മനസ്സിലായോ? ശരിക്കും ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. പിന്നീട് പറയുന്ന കാര്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. സൂസൻ കടലിൽ വെച്ച് തകർന്നു. പിന്നാലെ വന്ന അസെൻഷനും ഡ്രാഗണും ഹെക്ടറിനെ രക്ഷിക്കുമ്പോഴേക്കും കടലിൽ ഉയറി നടക്കുകയായിരുന്ന ആ കപ്പലിലെ മിക്ക നാവികരും മരണപ്പെട്ടു. സൂസനിലെ 1606 മെയ് മാസത്തിൽ കുരുമുളകും ഗ്രാമവും ജാതിക്കയും നിറച്ച കപ്പലുകൾ ഇംഗ്ലണ്ടിലെത്തി. കമ്പനിയുടെ ലാഭം മുടക്കു മുതലിന്റെ 95% അപ്പൊ 1606 തിരിച്ചു വരുന്നു. ഇനിയാണ് നമ്മൾ പഠിച്ചു വെച്ച നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വർഷം വരുന്നത്. 3ാമത്തെ വർഷം കൂടി ഞാൻ ഇവിടെ എഴുതട്ടെ. ഇതിനകത്തില്ല എങ്കിലും 1608. എന്താണ് ഈ 3 കപ്പലിൽ ഏത് കപ്പലാണ് 1608 ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായിട്ട് എത്തുന്നത് എന്ന് നിങ്ങൾക്കറിയാം? സൂററ്റിന്റെ തീരത്ത്. അസെൻഷൻ ആണോ? ഡ്രാഗൺ ആണോ? ഹെക്ടർ ആണോ? നിങ്ങൾ പഠിച്ച് ഒന്ന് കമന്റ് ചെയ്തേ. ഞാൻ അടുത്ത സ്ലൈഡിൽ പറയും എന്നാണ് നിങ്ങൾ കമന്റ് ചെയ്തേ. അപ്പൊ ചുമ്മാ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ഇമാജ് ഉണ്ട്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച് ആ ഒരു SCERT പാഠഭാഗം സ്റ്റാർട്ടിങ് തന്നെ വായിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഇമാജിൻ ചെയ്ത് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ? ഉണ്ടാവില്ല. ഇങ്ങനെ പഠിക്കണം, ഒരു രസമായിട്ട് പഠിക്കുക. അവിടെ ഈ 3 കപ്പലുകൾ ഇപ്പോൾ പെൻഡിങ് ഉണ്ട്. എന്റെ പിറകിൽ കുറച്ച് കപ്പലൊക്കെ കാണാം. അവിടെ ഞാൻ ശ്രദ്ധിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹെക്ടർ 1608 സൂററ്റിലെത്തുന്ന ഹെക്ടറിന്റെ ഒരു ഏകദേശം ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പൊ 1608 ഇന്ത്യയിൽ സൂററ്റിൽ ആദ്യമായി എത്തിയ കപ്പൽ ഏതാണ്? ഹെക്ടർ എന്ന കപ്പലാണ്. ഞാൻ വായിക്കട്ടെ. ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങളിലേക്ക്, അതായത് ഈസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്ന മേഖല, വ്യാപാര ബന്ധത്തിനായി ഇംഗ്ലണ്ടിൽ സ്ഥാപിച്ച് പിൽക്കാലത്ത് ഇന്ത്യ അടക്കി ഭരിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ വ്യാപാര പരിശ്രമങ്ങളുടെ വിവരണം വായിച്ചല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ വിവരണം മനസ്സിലാക്കിയില്ലേ? ആ ഒരു പുസ്തകത്തിലെ വരികൾ നിങ്ങൾ നന്നായി മനസ്സിലാക്കിയോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. ഇത്രയും ബുദ്ധിമുട്ടേറിയ വ്യാപാരത്തിന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രേരിപ്പിച്ചത് എന്ത്? നമുക്ക് പരിശോധിക്കാം. ചാപ്റ്ററിലേക്ക് പോട്ടെ. ഓക്കെ, സെറ്റ്. മക്കളെ, പ്രാചീന കാലം മുതൽ യൂറോപ്യൻ എന്ന് വെച്ചാൽ പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും ഉൾപ്പെടെ യൂറോപ്യന്മാർ ലോകത്തിന്റെ ഇതര ഭാഗങ്ങളുമായി വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. ഇതിൽ ഏഷ്യയും ഉൾപ്പെട്ടിരുന്നു. ഈ വ്യാപാര ബന്ധങ്ങൾ 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്ന് കിഴക്ക് ദിശയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു. ഇതിന് കാരണം എന്തായിരുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ, പണ്ട് തൊട്ടേ യൂറോപ്യന്മാർ നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യയിലേക്ക് കച്ചവടത്തിന് വന്നിരുന്നു. എന്നാൽ 15ാം നൂറ്റാണ്ടിൽ അവിടെ ഒരു മാറ്റം വരികയാണ്. എന്ന് വെച്ചാൽ 1400-കളിൽ. ഓക്കെ, അതിന്റെ കഥ ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്.
ഞാൻ വർഷം ഒന്ന് എടുത്ത് എഴുതാം, നിങ്ങൾ ആ വർഷം കൂടി പഠിക്കണം. ഇപ്പൊ 1600, 1601, 604, 608 ഇത്രയും വർഷങ്ങളല്ലേ പഠിച്ചത്? ഒന്ന് റിവൈൻഡ് ചെയ്ത്. 1453 സംഖ്യ 1 3 4 5 സുഗന്ധ 4 5 3 1453 പഠിച്ചേ വർഷം. എന്താണ് കഥ എന്ന് പറയുന്നത്? നമുക്ക് ഇവരിങ്ങനെ കപ്പലിൽ വരാനുള്ള കാരണങ്ങളെ കുറിച്ച് പറയാം. നമുക്ക് യൂറോപ്പും ഏഷ്യക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന പ്രദേശം. ബൈഹാർട്ട് പഠിക്കണേ, അറിയാത്ത പുതിയ കുട്ടികൾ. കോൺസ്റ്റാന്റിനോപ്പിൾ ഇതുവഴിയായിരുന്നു യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. ഓക്കെ, 1453 കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന സ്ഥലം, ഇത് ഇവിടെ ഉണ്ട് പിക്ചർ, പക്ഷെ ഞാനിപ്പോ അത് പറയുന്നില്ല. നിങ്ങൾ എന്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ കേരള ചരിത്രം എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് എടുക്കുക, അവിടെ കഥ തുടങ്ങുന്നു. ഇപ്പൊ ഞാനൊരു കഥ പറഞ്ഞു തുടങ്ങി, പക്ഷേ മനോഹരമായ മറ്റൊരു കഥ മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതിനകത്ത് നമ്മുടെ വാസ്കോ ഡ ഗാമ ചേട്ടൻ ഇങ്ങനെ വന്ന കഥകളും, അതുപോലെ തന്നെ ഇതാണ് ഈ പറയുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന സ്ഥലം, അതായത് ഇസ്താംബുൾ, ഇന്ന് വിളിക്കുന്ന ഇസ്താംബുൾ. കണ്ടതാ ഈ ഇസ്താംബുൾ. ഇവിടത്തേക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിച്ചത്? ഇത് വയസ്സിയാറ്റിയാണ്. ഓട്ടോമൻ സാമ്രാജ്യത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു ക്ലാസ് കാണുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാവും. അപ്പൊ ഞാനിത് സ്കിപ്പ് ചെയ്യുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന കഥ ഞാൻ പറയുന്നുണ്ട്. ആ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന പ്രദേശം, അവിടെ തുർക്കികൾ, ഇന്നത്തെ രാജ്യമാണ് തുർക്കി, അന്ന് ഓട്ടോമൻ സാമ്രാജ്യമായിരുന്ന തുർക്കികൾ എന്ത് ചെയ്തു? ആ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിക്കുന്നു. അതോടുകൂടി യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കുള്ള വരവ് തടയുന്നു. ആ പ്രദേശം അവർ കീഴടക്കുന്നതോടുകൂടി അതിലൂടെയുള്ള വരവ് നടക്കാതെ പോകുന്നു, വ്യാപാരം തടയുന്നു. തുടർന്ന് എന്ത് ചെയ്യുന്നു? യൂറോപ്യന്മാർക്ക് ഏഷ്യയിലേക്ക് എത്തണമെങ്കിൽ വേറൊരു പാത കണ്ടെത്തണം. അതിനുള്ള മാർഗമാണ്, അതായത് ഇതാണ് യൂറോപ്പ്. ഈ യൂറോപ്പ് ഇങ്ങനെ വരുന്ന വഴിയാ നമ്മൾ പറഞ്ഞല്ലേ, ഇവിടെ ഈജിപ്ത് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ ഈജിപ്ത് ഉൾപ്പെടെയുള്ള മെഡിറ്ററേനിയൻ മേഖലയോട് ഇവർക്ക് വരാൻ പറ്റുന്നില്ല. പിന്നെ ഇവർക്ക് ആകെയുള്ള മാർഗം എന്താണ്? അവിടെ ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. പിന്നെ ഇവർക്ക് ആകെയുള്ള മാർഗം ഈ റൂട്ടിൽ ഇങ്ങനെ വരിക, കടലിലൂടെ. അത് വലിയ റിസ്ക് ആണ്. സിമ്പിളായിട്ട് വരാൻ പറ്റുന്ന ആ ഒരു കാര്യം ഇവർക്ക് ഇത്രയും കടലിലൂടെ ചുറ്റി വരണം. അങ്ങനെ ഒരുപാട് സഞ്ചാരികൾ ഇങ്ങനെ വഴിവിട്ട മീൻസ് കടലിലൂടെ സഞ്ചരിച്ചു, എവിടെ എത്തുന്നില്ല. അങ്ങനെയാണ് 1498 നമ്മളെ സ്വന്തം വാസ്കോ ഡ ഗാമ ചേട്ടൻ നമ്മുടെ കാപ്പാട് വന്നത്. കഥകളൊക്കെ ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ കണ്ടോളുക. അപ്പൊ അതൊന്ന് വായിക്കാം. യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയും കൈവരിച്ച സാങ്കേതിക പുരോഗതി ഞാൻ പറഞ്ഞല്ലോ. ഒരുപാട് നാളുകൾ എടുത്തെങ്കിലും അവർക്ക് ഈ എന്താ പറയുക, കപ്പലിലൂടെയുള്ള സഞ്ചാരവും അതിനൊക്കെ ഒരുപാട് കഴിവും സാങ്കേതികതയൊക്കെ ഉണ്ടായിരുന്നു. ഭൂമിശാസ്ത്രപരമായ പരിജ്ഞാനം അവർക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പാശ്ചാത്യർക്ക്, യൂറോപ്യന്മാർക്ക് ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ് പോലെയുള്ള ഭൂപട നിർമ്മാണം എന്നിവരുണ്ടായ പുരോഗതിയൊക്കെ ഇവരെ ഇങ്ങോട്ടെത്താൻ സഹായിച്ചു. പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെയും യാത്രാ വിവരണങ്ങൾ പകർന്ന അറിവ്, അതായത് ഇന്നൊരു സ്ഥലമുണ്ട്, അവിടെ ഇന്ന പ്രത്യേകതകളുണ്ട് എന്നൊക്കെ ഇവിടെയൊക്കെ സഞ്ചരിച്ച പല സഞ്ചാരികളും എഴുതി വെച്ചതൊക്കെ ഇവർ മനസ്സിലാക്കി. അതുപോലെ കോമ്പസ് പോലെയുള്ള കാര്യങ്ങൾ വന്നു ദിശ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. യൂറോപ്യർക്ക് കുരുമുളക് അടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായ കച്ചവട സാധ്യത. അവിടെ തണുപ്പുള്ള രാജ്യമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മൂല്യമുള്ള ഒരു സാധനമായിരുന്നു കുരുമുളക് പോലെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവർ തീർച്ചയായിട്ടും പോകാൻ വേണ്ടി തീരുമാനിച്ചു. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. ഇതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യം, 1453. അതോടുകൂടി ഇവർക്ക് സ്വാഭാവികമായിട്ടും കര ഒഴിവാക്കിയിട്ട് കടൽ മാർഗം പോകേണ്ടി വന്നു. അവിടെ അവസാനം പറയുന്ന ലൈൻ ഒന്ന് വായിക്കാം. പോർച്ചുഗീസുകാരായിരുന്നു കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ. വാസ്കോ ഡ ഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ. അപ്പൊ ആ കഥ, ആ റൂട്ട് നിങ്ങൾ ക്ലാസ് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലാസിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ അവസാനം കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കാണുക. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള യാത്രയെ കുറിച്ച് ഞാൻ SCRT പറയുന്നൊന്ന് പറയാം. 1498 വർഷം ഞാൻ ഓൾറെഡി പറഞ്ഞു. 498 അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. 1498 കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കുന്ന 1453. ഓക്കെ, അപ്പൊ അത് ഈ ഒരു വർഷം, ഈ കാലഘട്ടത്തില് കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോ ഡ ഗാമ എത്തിച്ചേർന്നത്. എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ വരവ് ഇന്ത്യയിലെ യൂറോപ്യൻ ആധിപത്യത്തിന് വഴി തുറന്നു. അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന ആരായിരുന്നു? സാമൂതിരി രാജവംശമായിരുന്നു. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ. അറബികളായിരുന്നു കോഴിക്കോടുമായുള്ള വിദേശ വ്യാപാരം അന്ന് നിയന്ത്രിച്ചിരുന്നത്. എന്നുവെച്ചാൽ പോർച്ചുഗീസുകാർ വന്ന സമയത്ത് അവരെ പുറത്താക്കി പോർച്ചുഗീസുകാർക്ക് വ്യാപാര അനുമതി നൽകണമെന്നുള്ള ഗാമയുടെ ആവശ്യം സാമൂതിരി അംഗീകരിച്ചില്ല.
ഞങ്ങൾ പാവപ്പെട്ട അറബികൾ കുറച്ചു കാലമായി കച്ചവടം ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ വന്ന് ഹുങ്ക് കാണിച്ചത് നടക്കൂല എന്ന് സാമൂതിരി പറഞ്ഞ് വിട്ട വണ്ടിയത്. ഇതേ തുടർന്ന് ഗാമ കണ്ണൂരിലെത്തുകയാണ്. കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരിയാണെങ്കിൽ കണ്ണൂർ ഭരിച്ചിരുന്നത് കോലത്തിരിയാണ്. അപ്പൊ സാമൂതിരി കോലത്തിരിയും മാറിപ്പോയതേ. കണ്ണൂര് തെയ്യത്തുകളുടെയും കോലങ്ങളുടെയും നാടെന്ന് കാണിക്കും. കോലത്തിരി തെയ്യത്തിന്റെ നാടല്ലേ, കോലം കെട്ടാറില്ലേ? അപ്പൊ കോലത്തിരി. സാമൂതിരി കോഴിക്കോട്. ആ കോലത്തിരി രാജാവിൽ നിന്ന് വ്യാപാര അനുമതി നേടിയെടുത്തു. കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അദ്ദേഹം പോർച്ചുഗലിലേക്ക് മടങ്ങി. തന്റെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടി ഇത് കഴിഞ്ഞ SCRT-യിലുണ്ട്, ഈ SCRT-യിലുണ്ട്. അപ്പൊ ആലോചിച്ച് വെക്കുക, ഗാമയുടെ ഫസ്റ്റ് വരവില് 60 ഇരട്ടിയാണ് അദ്ദേഹം ലാഭം. അപ്പൊ ചില്ലറയല്ല, മൂല്യമുള്ള ചരക്കുകളുമാണ് അദ്ദേഹം ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് തിരിച്ചു പോയത്. ഗാമയുടെ കപ്പലുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ഹെക്ടറും അസെൻഷനും അതുപോലെ തന്നെ നമ്മുടെ ഡ്രാഗണും ഒക്കെ പഠിച്ചില്ല, 3 കപ്പലുകൾ. അതുപോലെ ഗാമയുടെ കപ്പലുകൾ സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, സാവോ ബെറിയോ, 3 കപ്പലുകൾ ബൈഹാർട്ട് പഠിക്കണം. ഗബ്രിയേൽ റാഫേൽ ബെറിയോ, ഗബ്രിയേൽ റാഫേൽ ബെറിയോ, ഗബ്രിയേൽ റാഫേൽ ബെറിയോ. ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്, ഇതിന് ആ ക്ലാസ് കണ്ടവർ കമന്റ് ചെയ്യണേ. ഇതിൽ വാസ്കോഡ് ഗാമ സഞ്ചരിച്ച കപ്പൽ ഏതായിരുന്നു? ഗബ്രിയേൽ ആണോ, റാഫേൽ ആണോ, ബെറിയോ ആണോ? ഗാമയുടെ കപ്പൽ അറിയുന്നവരൊന്നും കമന്റ് ചെയ്ത്. ക്ലാസ് ബോറാവുന്നുണ്ടോ? അറിയുന്ന ടോപ്പിക് ആയിരുന്നു വേഗം പറയുന്നത്. ഗാമയുടെ യാത്രയിലൂടെ ഉണ്ടായ ലാഭം ഇന്ത്യയിലേക്ക് വീണ്ടും കച്ചവട യാത്രകൾ നടത്തുവാൻ പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ചു. സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാര കുത്തക നൽകിയില്ല. തന്മൂലം സാമൂതിരിക്കും പോർച്ചുഗീസുകാർക്കും ഇടയിൽ സംഘർഷങ്ങൾ ഉടലെടുത്തു. പോർച്ചുഗീസുകാർക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നു. സാമൂതിരിയുടെ നാവിക തലവന്മാരിൽ നിന്നായിരുന്നു. കുഞ്ഞാലി മരയ്ക്കാറുമാരെന്നായിരുന്നു ഇവരെ അറിയപ്പെടുന്നത്. നിങ്ങൾക്കറിയാം, കോഴിക്കോട് സാമൂതിരിയുടെ പല തലവന്മാർ, നാവിക തലവന്മാരായിരുന്നു ആര്? കുഞ്ഞാലി മരയ്ക്കന്മാർ. കുഞ്ഞാലി മരയ്ക്കന്മാരുടെ കാലശേഷം പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ നിന്ന് കാര്യമായ ഭീഷണിയൊന്നും ഉണ്ടായിരുന്നില്ല. കുഞ്ഞാലി മരയ്ക്കന്മാരെ കുറിച്ച് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വിശദമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്ട്രൈക്കർ കോച്ചിങ് മെയിൻ ചാനലുണ്ട്. അതൊക്കെ കേരള ഹിസ്റ്ററിയുടെ കംപ്ലീറ്റ് മാരത്തോൺ ക്ലാസ്. അപ്പൊ തൽക്കാലം ഞാൻ ഡീറ്റെയിൽസ് പറയുന്നില്ല ക്ലാസ്സിൽ, എന്നാലും അവരെ കുറിച്ച് SCRT പറഞ്ഞ് ഞാനൊന്ന് പറയാം. പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചെറുത്ത് സാമൂതിരിയെയും പശ്ചിമ തീരപ്രദേശത്തെയും സംരക്ഷിച്ചിരുന്നത് കുഞ്ഞാലി മരയ്ക്കാർമാരായിരുന്നു. ഓക്കെ, കുഞ്ഞാലി മരയ്ക്കാർ എന്നത് ഒരു സ്ഥാനപ്പേരായിരുന്നു. കുഞ്ഞാലി 1, 2, 3, 4 അല്ലെ? കുഞ്ഞാലി മരയ്ക്കാർ 1-ാമൻ, 2-ാമൻ, 3-ാമൻ, 4. നിങ്ങൾ ആ മോഹൻലാലിന്റെ സിനിമ കണ്ടു അല്ലെ? 4 പേരാണ് വ്യത്യസ്ത കാലങ്ങളിൽ ഈ സ്ഥാനം അലങ്കരിച്ചിരുന്നത്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയൻ കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി 3 ആയിരുന്നു. 3-ാമനാക്കി ചാലിയം കോട്ട പിടിച്ചെടുത്തു. അപ്പൊ കുഞ്ഞാലി 3-ാമനാണ്. ചാലിയം, ചാലിയം 3 അക്ഷരങ്ങളല്ലേ? അപ്പൊ ആലോചിച്ച് നോക്കുക, ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി 3-ാമൻ. കുഞ്ഞാലി 4-ാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചു. കുഞ്ഞാലിമാരുടെ പതനത്തോടെ സാമൂതിരിയുടെ അധപ്പതനവും ആരംഭിച്ചു. അപ്പൊ പോർച്ചുഗീസുകാരെ കുറിച്ച് പറയുമ്പോൾ പോർച്ചുഗീസുകാരുടെ വരവ് ഇന്ത്യയിൽ സൃഷ്ടിച്ച ചില ഫലങ്ങളുണ്ട്. അവർ ഒരുപാട് സംഭാവന നൽകി. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പല വാക്കുകളും ഈ പറഞ്ഞ പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ്. ഇസ്തിരി, മേശ, അലമാര എന്നൊക്കെ പറയാറില്ലേ? ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കൂ. മേസ്തിരി, ഇസ്തിരി, മേശ, വാതില്, അലമാര, ചാവി, കൊന്ത, റാന്തൽ, കുരിശ്, വരാന്ത, ബെഞ്ച്, ഗോഡൌൺ, ഫാക്ടറി, ലേലം, ചായ പോലുണ്ട്, ദോശ, ജനല്, വികാരി, പാതിരി, കൊമ്പസാരം, വെഞ്ചിരിപ്പ്, സെമിത്തേരി, ഈ പറയുന്ന ക്രിസ്ത്യൻ സമുദായമായ ഒരുപാട് കാര്യം, കപ്പിത്താൻ അല്ലെ? അതൊക്കെ വരുന്നത് പോർച്ചുഗീസുകാരിൽ നിന്നാണ്. ഇവിടെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ത്യയും പോർച്ചുഗീസുകാരുമായുള്ള ബന്ധത്തിന്റെ സ്വാധീന ഫലമായി പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ് ഈ പദങ്ങളൊക്കെ മലയാള ഭാഷയ്ക്ക് ലഭിച്ചത് എന്നാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കശുമാവ് എന്ന് വെച്ചാൽ പറങ്കിമാവ് എന്ന് വിളിക്കാറില്ലേ? കശുമാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിള് തുടങ്ങിയവ പരിചയപ്പെടുത്തിയതും പോർച്ചുഗീസുകാരാണ്. മറ്റൊരു SCRT ക്ലാസ്സിൽ ഞാൻ ഇതെല്ലാം എടുത്തത് ജ്യൂസ് ആക്കിയിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ആ ക്ലാസ് കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും. കണ്ണൂർ കോക്ടെയിൽ പോലെ അതിനകത്ത് പുകയിലൊക്കെ ഉണ്ടായിരുന്നു അല്ലെ? പക്ഷെ ഇവിടെ പുകയില പറയുന്നില്ല. അപ്പൊ കശുമാവുണ്ട്, മറക്കരുത്. അതുപോലെ തന്നെ പൈനാപ്പിളും കശുമാവും പപ്പായ, ഇത് 3 നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട നമ്മുടെ ചുറ്റുമുള്ള കാണാൻ പറ്റുന്നതാണല്ലോ. പേരക്കയും. അപ്പൊ പ്രധാനപ്പെട്ട 3 ഫ്രൂട്ട്സ്. അപ്പൊ പേരക്കയും പൈനാപ്പിളും പപ്പായയും പിന്നെ കശുമാവും കൂടി ഓർത്ത് വെച്ചേക്കുക. പുതിയ SCRT-യിലും അത് പറയുന്നുണ്ട്. മാനുവൽ കോട്ട നോക്കൂ. പോർച്ചുഗീസുകാർ ആദ്യമായി ഇന്ത്യയില്
സ്ഥാപിച്ച ഒരു കോട്ടയാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ യൂറോപ്യന്മാർ ആദ്യം സ്ഥാപിച്ച കോട്ടയാണ് ആയിക്കോട്ട എന്ന് വിളിക്കുന്ന, മാനുവൽ കോട്ട എന്ന് വിളിക്കുന്ന, കൊച്ചി കോട്ട എന്ന് വിളിക്കുന്ന, പള്ളിപ്പുറം കോട്ട എന്ന് വിളിക്കുന്ന, വൈപ്പിൻ കോട്ട എന്ന് വിളിക്കുന്ന എത്ര വലിപ്പേരാ. ആയിക്കോട്ട, പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, കൊച്ചി കോട്ട, മാനുവൽ കോട്ട എന്നൊക്കെ വിളിക്കുന്ന കോട്ട ഏത് വർഷമാണ് യൂറോപ്യന്മാർ സ്ഥാപിച്ചത്? കമന്റ് ചെയ്തേ. ഒരുപാട് തവണ ചോദിച്ചു, ഞാൻ അത്രയും തവണ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. 1500 തുടക്കത്തിലാണ് ക്ലൂ. ഓപ്ഷൻ എ 1501, 1502, 1503, 1505. കമന്റ് ബോക്സ് നോക്കിയാൽ മതി, കിട്ടും നിങ്ങൾക്ക്. ഇപ്പൊ പള്ളിപ്പുറം കോട്ട, മാനുവൽ കോട്ട, ആയിക്കോട്ട, കൊച്ചി കോട്ട, വൈപ്പിൻ കോട്ട എന്നറിയപ്പെടുന്നത് യൂറോപ്യന്മാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ കോട്ടയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യന്മാരുടെ കോട്ട മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചു. വർഷം നിങ്ങൾ കമന്റ് ചെയ്ത് വിചാരിക്കുന്നു. ഏതാ വർഷം? 1503. കൊച്ചി, ഗോവ, ദാമൻ ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസുകാർ അവരുടെ ആധിപത്യത്തിന് കീഴിലാക്കി. അച്ചടി വിദ്യ ഇവിടെ പ്രചരിപ്പിച്ചത് ആരാണ് ചോദിക്കും? പോർച്ചുഗീസുകാരാണ്. ചവിട്ടു നാടകം, മാർഗം കളി, നമ്മളെ ക്രിസ്ത്യൻ സമുദായവുമായി ബന്ധപ്പെട്ടുള്ള പദങ്ങളൊക്കെ വന്നുകൊണ്ട് ചവിട്ടു നാടകവും മാർഗം കളിയും ഒക്കെ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. കൊച്ചി, ഗോവ, ദാമൻ ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസുകാർ ആധിപത്യത്തിന് കീഴിലാക്കി. യൂറോപ്യന്മാരുടെ ആദ്യത്തെ കോട്ടയായ മാനുവൽ കോട്ട സ്ഥാപിച്ചു. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. നിങ്ങൾ ഗോവയിലും എന്തിനു പറയുന്നത് ഈ പറയുന്ന ഫോർട്ട് കൊച്ചി അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും ചില കെട്ടിടങ്ങൾ അവശേഷിപ്പൊക്കെ കാണുമ്പോൾ മനസ്സിലാവും അവരുടെ ഒരു ശൈലി. യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു. ക്രൈസ്തവ മതഭരണ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ഇതൊക്കെയായിരുന്നു ഈ പറയുന്ന യൂറോപ്യന്മാരുടെ അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട സംഭാവന. ആദ്യം പോർച്ചുഗീസുകാർ, പിന്നെ ഡച്ചുകാർ, പിന്നെ ബ്രിട്ടീഷുകാർ, പിന്നെ ഫ്രഞ്ചുകാർ. പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ്, ഫ്രഞ്ച്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഡച്ചുകാരെ കുറിച്ച് പറയാം. ഇവർ ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യന്മാർ എന്ന് വെച്ചാൽ ഹോളണ്ട്, നെതർലാൻഡ്, അവരെ ഡച്ചുകാർ എന്ന് വിളിക്കുന്നത്. നെതർലാൻഡുകാരെ, ഹോളണ്ടുകാരെ. ഡച്ചുകാർ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര ബൈ ഹാർട്ട് പഠിച്ചു വെച്ചേ. പോർച്ചുഗീസുകാരെന്ന് കേട്ടാൽ നിങ്ങൾക്ക് ഗോവ, ദാമൻ ദിയു, കൊച്ചി അതൊക്കെ ഓർമ്മയിലും കിട്ടും. അതുപോലെ തന്നെ ഫ്രഞ്ചുകാരെ കുറിച്ച് പറഞ്ഞാൽ പുതുച്ചേരി, കാരക്കൽ, മാഹി, ആനം ഒക്കെ ഓർമ്മ കിട്ടും, ചന്ദനഗറൊക്കെ. പക്ഷെ ഡച്ചുകാരെ കുറിച്ച് പലപ്പോഴും കിട്ടാറില്ല. ഡച്ച് എന്ന് കേൾക്കുമ്പം നോക്കൂ, നാഗപട്ടണം ബൈഹാർട്ട് പഠിക്കണം. നാഗപട്ടണം, ബറോച്ച്. എന്താണ്? നാഗപട്ടണം, ബറോച്ച്, ബർച്ച്, അഹമ്മദ്ക, ഒരു ചിന്ന നാഗത്തെ കണ്ടു എന്നൊക്കെയാണ് ഞാൻ നമ്മുടെ പിള്ളേരെ മുമ്പ് പഠിപ്പിച്ചത്. ബർച്ച്, അഹമ്മദ്ക, ഒരു ചിന്ന സുരേന്റെ വീട്ടിൽ നിന്നായിക്കോട്ടെ, നാഗത്തെ കണ്ടു. ബർച്ച്, അഹമ്മദ്ക, ബർച്ച്, അഹമ്മദ്ക, അഹമ്മദ് അല്ലെ? ബർച്ച്, ചിൻസുര, ചിന്ന സുരേന്റെ വീട്ടിൽ നിന്ന് നാഗത്തെ കണ്ടു കേട്ടോ. അഹമ്മദ്ക തൊട്ടപ്പുറത്തെ സുരേന്റെ വീട്ടിൽ പോയി. അപ്പൊ ചിന്ന സുരേന്റെ വീട്ടിൽ നിന്ന് നാഗത്തെ കണ്ടു. എന്നിട്ട് പട്ടണത്തിൽ കൊണ്ടുപോയി നിറച്ചായി. അഹമ്മദ്ക ബർച്ച് കൊണ്ട് ചിന്ന സുരേന്റെ വീട്ടിൽ നിന്ന് കണ്ടു, നാഗത്തെ കണ്ടു. ഡച്ചുകാരെന്ന് കേൾക്കുമ്പോ ഓറഞ്ച് അഥവാ നെതർലാൻഡ് എന്ന് പറഞ്ഞ രാജ്യം, ഹോളണ്ട് എന്ന് പറഞ്ഞ രാജ്യം കേട്ടോ, അവരുടെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ സെറ്റിൽമെന്റുകള്, ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങള് ആയിരുന്നു നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. ഓക്കെ ആണല്ലോ. കച്ചവടാധിപത്യത്തിനുള്ള മത്സരത്തിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയിരുന്നു. കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. നോക്കൂ, കുളച്ചൽ യുദ്ധമാണ് ഡച്ചുകാരെ കുറിച്ച് നിങ്ങളെ മനസ്സിലേണ്ടത്. പോർച്ചുഗീസുകാരെ കുറിച്ച് യുദ്ധങ്ങൾ ഒരുപാട് കളിക്കാറുണ്ട്, അത് എസ്സിയാട് ഇല്ലാതെ പറയാത്ത. ഇവിടെ കുളച്ചൽ യുദ്ധം എന്ന് പറയുമ്പോ വർഷം നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവും 1741. കന്യാകുമാരിക്ക് അടുത്തുള്ള കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന, ഡേറ്റ് കൂടി നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടോ, മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടിയതാണ് കുളച്ചൽ യുദ്ധം. നമുക്കറിയാം തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ ആ ഒരു യുദ്ധം. വലിയ കപ്പിത്താൻ എന്ന് വിളിക്കുന്ന ഡിലനോയ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയില്ലേ? ഈ പറയുന്ന മാർത്താണ്ഡവർമ്മ തന്റെ കീഴിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടവരുടെ ഡച്ചുകാർക്ക്
ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെട്ടു. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ്, സ്റ്റാർട്ട് വെക്കാം. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു കുളച്ചൽ യുദ്ധം. പഠിച്ചോ കുളച്ചൽ യുദ്ധം? ഇനിയാണ് ഡച്ചുകാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ സംഭാവന, ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ചുകാരുമായുള്ള ബന്ധത്തിന്റെ ഏറ്റവും വലിയ സംഭാവന ഇവരുടെ ഒരു പുസ്തകമാണ്, അത് ഹോർത്തൂസ് മലബാറിക്കസ്. ഇവര് പോർച്ചുഗീസുകാരെ പോലെ ഭയങ്കര അക്രമകാരികളൊന്നും ആയിരുന്നില്ല, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു. അക്കൂട്ടത്തില് അവർ നൽകിയൊരു സംഭാവനയായിരുന്നു കേരളത്തിലെ 742 സംഖ്യ പഠിക്കണേ, 742 ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഒരു ഗ്രന്ഥത്തിൽ എഴുതി തയ്യാറാക്കുകയാണ്. ഇതിന്റെ പേരാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻ റീഡ്, പേരെന്താണ്? വാൻ റീഡ്. ഹെൻറിക് വാൻ റീഡ്. വാനിൽ വെച്ചിട്ട് ഒരുപാട് റീഡ് വായിച്ചിട്ടാണ് ഇദ്ദേഹം ഉണ്ടാക്കുന്നത്. ഒരു വാനിലകത്ത് കയറിയിട്ട് ഒരുപാട് റീഡ് ചെയ്തിട്ട് ഇയാൾ എന്തുണ്ടാക്കുന്നു? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം ഉണ്ടാക്കുന്നു. ഈ കൃതിയെ കുറിച്ച് അത്രയും തവണ പീസ് ചോദിച്ചിട്ടോ. ഈ കൃതിയുടെ രചനയ്ക്ക് നൽകിയത്, ഈ രചനയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ചത് E.T. അച്യുതൻ എന്ന മലയാളി വൈദ്യനായിരുന്നു. കാരണം ഔഷധ സസ്യങ്ങളെ കുറിച്ചാണ്, മലയാളത്തിലെ കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ചാണ്. ഒരു മലയാളി വൈദ്യൻ വേണ്ടേ? E.T. അച്യുതൻ. എന്താ പേര്? E.T. അച്യുതൻ. അപ്പു ഭട്ട്, രംഗ ഭട്ട്, വിനായക ഭട്ട്, 3 പേരാണ് ഇദ്ദേഹത്തെ സഹായിച്ച, വാൻ റീഡിനെ സഹായിച്ച രചനയിൽ പങ്കാളിയായ 3 പേരാണ് അപ്പു ഭട്ട്, രംഗ ഭട്ട്, വിനായക ഭട്ട്. അപ്പു ഭട്ട്, രംഗ ഭട്ട്, വിനായക ഭട്ട്. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം. ഇത് എപ്പോഴും കൺഫ്യൂഷൻ ആണ് പിള്ളേരെ. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമല്ല, ശ്രദ്ധിക്കണം. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഏതാണെന്ന് നിങ്ങൾക്കറിയാം, കമന്റ് ചെയ്തോളുക. ഇതിന്റെ സെക്കൻഡ് പാർട്ട് എടുക്കുമ്പോൾ ഞാൻ അതിന്റെ ഉത്തരം പറഞ്ഞുതരാം, പോരെ? വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ, മലയാള ലിപിയിൽ അച്ചടിച്ച ആദ്യത്തെ കൃതി ഇതല്ല. ഇത് ഈ പുസ്തകത്തിനകത്ത് മലയാളം ലിപി, മലയാളം എന്ന് പറയുന്ന അക്ഷരങ്ങൾ ഈ പുസ്തകത്തിനകത്ത് കണ്ടിരുന്നു. മനസ്സിലായോ? അപ്പൊ മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയതാ. ഇതിങ്ങനെ തന്നെ മനസ്സിലാക്കണം. സ്റ്റാർട്ട് വെക്കാം. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഈ മലയാള ഭാഷയിൽ പ്രിന്റ് ചെയ്തതല്ല കേട്ടോ. ഇത് ഏത് ഭാഷയിലാണ് പ്രിന്റ് ചെയ്തത്? ഇത് ലാറ്റിൻ ഭാഷയിലാണ്. മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഇത് പിന്നീട് വിവർത്തനം ചെയ്തിട്ടുണ്ട് ഡോക്ടർ K.S. മണിലാൽ. ഇത് ആരാണ് ഹോർത്തൂസ് മലബാറിക്കസ്? ലാറ്റിൻ ഭാഷയിലുള്ള ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. ചോദിച്ച ഉത്തരം K.S. മണിലാൽ. അദ്ദേഹമാണ് 2025 ജനുവരി മാസം 1-ാം തീയതി മരണപ്പെട്ട കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സസ്യശാസ്ത്രജ്ഞൻ. ഇദ്ദേഹത്തിന് 2020 പത്മശ്രീ ലഭിച്ചിരുന്നു. 2025 മരണപ്പെട്ടു. പഠിച്ചു വെച്ചേക്കണം. വാൻ റീഡിന്റെ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന കൃതി മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും പരിഭാഷപ്പെടുത്തിയത് ഡോക്ടർ K.S. മണിലാൽ. ഒരു മാർക്ക് ഷുവർ ആണ്. ഡോക്ടർ K.S. മണിലാൽ എന്ന് അന്തരിച്ചു 2025 ജനുവരി 1. ഡേറ്റ് രസമുള്ള ഡേറ്റ് അല്ലേ? മറക്കൂല അല്ലെ? അതുപോലെ ഇദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയത് 2020. നഞ്ചിയമ്മയ്ക്ക് എന്നായിരുന്നു പത്മശ്രീ കിട്ടിയത്? കമന്റ് ചെയ്തേ. നഞ്ചിയമ്മയ്ക്ക് ഒന്ന് കമന്റ് ചെയ്ത്. നഞ്ചിയമ്മയ്ക്ക്. അപ്പൊ നമുക്ക് ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുറച്ച് കാര്യങ്ങൾ ഞാൻ മാറ്റി എഴുതിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ സ്ഥലം പഠിക്കുന്ന E.T. അച്യുതന്റെ സ്ഥലമാണ്. കടക്കരപ്പള്ളി ഗ്രാമത്തിൽ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച പ്രഗത്ഭനായ നാട്ടുവൈദ്യനായ E.T. അച്യുതൻ. അപ്പൊ അദ്ദേഹത്തിന്റെ താലൂക്ക് ചേർത്തല, കടക്കരപ്പള്ളി, ചേർത്തല കടക്കരപ്പള്ളിയിലാണ് ആലപ്പുഴ ജില്ലയിൽ E.T. അച്യുതൻ ജനിച്ചത്. ഡച്ചിലാണ് ഏറ്റവും വലിയ സംഭാവന ഹോർത്തൂസ് മലബാറിക്കസ്. ഇത് വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, കേരള രാമം. ഈ പുസ്തകം അറിയപ്പെടുന്നത് കേരള രാമം എന്നാണ്. ഹോർത്തൂസ് മലബാറിക്കസ് ഞാൻ പറഞ്ഞു ലാറ്റിൻ ഭാഷയിലാണ്. മലയാള ലിപി അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം, മലയാളത്തിൽ അച്ചടിച്ചതല്ല, മലയാള ലിപി അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻ റീഡ് പറഞ്ഞു. പ്രതിപാദന വിഷയം മലബാറിലെ സസ്യജാലങ്ങളായിരുന്നു. പ്രസിദ്ധീകരണ കാലഘട്ടം 1678 ആ ഒരു കാലഘട്ടമാണ്. പ്രസിദ്ധീകരിച്ച സ്ഥലം ഇവിടുന്ന് കേരളമല്ല. ഈ ബുക്ക് ആംസ്റ്റർഡാം കേട്ടോ. അപ്പൊ നമ്മുടെ സ്ഥലം മറന്നുപോട്ടെ. ആംസ്റ്റർഡാം കേട്ടോ. നെതർലാൻഡിലാണ്, ഹോളണ്ട് നെതർലാൻഡിലെ. അപ്പൊ ആംസ്റ്റർഡാം അവിടെ വെച്ചിട്ടാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. 742 സസ്യങ്ങളെ കുറിച്ച് പറഞ്ഞത് 12 വാല്യങ്ങളിലാണ്. സസ്യങ്ങളുടെ പേരൊക്കെ എവിടെ? 742 എന്ന് പറയുന്നുണ്ട്. പേര് പറയുന്നില്ല. പേര് ഞാൻ പറയാം. ആദ്യത്തെ സസ്യം തെങ്ങായിരുന്നു.
കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് തെങ്ങാണ്. അപ്പൊ ആദ്യം തെങ്ങ്, ഏറ്റവും അവസാനം ഏറ്റവും വലിയ ഒരു വൃക്ഷമായ ആൽമരം. അപ്പൊ ആദ്യം തെങ്ങ്, അവസാനം ആൽമരം. ഇതൊക്കെ PYQ കേട്ടോ. മലയാള ലിപി അച്ചടിക്കുവാൻ ഇദ്ദേഹത്തെ സഹായിച്ചത് ഇമ്മാനുവൽ റോയ് എന്ന് പറയുന്ന മനുഷ്യനാണ്. ഇദ്ദേഹത്തെ ഈ പറഞ്ഞ സസ്യങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്താനും പുസ്തകത്തെ തയ്യാറാക്കാൻ സഹായിച്ചത് ഈഴവ വൈദ്യനുള്ള ഇട്ടി അച്യുതനാണെങ്കിൽ മലയാള ലിപി അച്ചടിക്കാൻ സഹായിച്ചത് ഇമ്മാനുവൽ റോയ് ആണ്. രചനയുമായി ബന്ധപ്പെട്ട ഇറ്റാലിയൻ കാർമലിറ്റ് സന്യാസിയുണ്ട്. ഇദ്ദേഹത്തെ മാത്യൂസ് എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ മാത്യൂസ് എന്നൊക്കെ വിളിക്കുന്ന ഒരു സന്യാസി ഇദ്ദേഹത്തെ സഹായിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങളൊക്കെ അതിനകത്ത് വരയ്ക്കാൻ വേണ്ടി ഇദ്ദേഹം സഹായിച്ചു. തർജ്ജമ ചെയ്യാൻ, കാരണം ഈ വാൻഡ്രീഡിന് എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, മലയാളം അറിയില്ലല്ലോ. അപ്പൊ തർജ്ജമ ചെയ്യാൻ സഹായിച്ചിരുന്നു. പകരം ഈ ഒരു സന്യാസിക്ക് അന്ന് ഡച്ചുകാരുടെ അണ്ടറിലുണ്ടായിരുന്ന വരാപ്പുഴ അടക്കമുള്ള ദേവാലയങ്ങൾ നിർമ്മിക്കുവാനുള്ള ഒരു അനുമതിയും നൽകിയിരുന്നു. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ ഓർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന രചനയില് സഹായിച്ച 3 ബ്രാഹ്മണന്മാർ അപ്പുഭട്ട്, രംഗഭട്ട്, വിനായകഭട്ട്, സഹായിച്ച ഈഴവ വൈദ്യൻ ഇട്ടി അച്യുതൻ, ലിപി അച്ചടിക്കാൻ സഹായിച്ചത് ഇമ്മാനുവൽ റോയ്, രചനയുമായി ബന്ധപ്പെട്ട് സഹായിച്ച ഇറ്റാലിയൻ കാർമലിറ്റ് സന്യാസിയാണ് മാത്യൂസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. മൂന്നാമത്തത് ഫ്രഞ്ചുകാരെ കുറിച്ച് പറയാം. അപ്പൊ എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ സ്കിപ്പ് ചെയ്തത്? നമ്മൾ പറഞ്ഞു, ആദ്യം പോർച്ചുഗീസുകാര് പോ, പിന്നെ ഡച്ചുകാര് ഡ, പിന്നെ ബ്രിട്ടീഷുകാര് ബി, പിന്നെ ഫ്രഞ്ചുകാര് ഫെ, പോടാ ബി ഫെ. ആദ്യം പോർച്ചുഗീസുകാരെ കുറിച്ച് പറഞ്ഞു, ഡച്ചുകാരെ കുറിച്ച്. ഇനി ബ്രിട്ടീഷ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, അവിടെ നിൽക്കട്ടെ, നമുക്ക് ഫ്രഞ്ചുകാരെ കുറിച്ച് പറയാം. ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരും, അതായത് ഇംഗ്ലീഷുകാർ, പിന്നീട് ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിച്ചേർന്നു. ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളായിരുന്നു കർണാട്ടിക് യുദ്ധങ്ങൾ. അപ്പോ ബ്രിട്ടീഷുകാർക്ക് ശേഷം ആര് വന്നു? ഫ്രഞ്ചുകാർ. അപ്പൊ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ യുദ്ധം നടന്നതാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. നമുക്ക് പഠിക്കാം. അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഉണ്ട്, കർണാട്ടിക് യുദ്ധങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവാൻ മനോഹരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കായിരുന്നു അന്തിമ വിജയം. തൽഫലമായി ഫ്രഞ്ചുകാരുടെ ആധിപത്യം പ്രദേശങ്ങൾ ശ്രദ്ധിക്കണേ: പോണ്ടിച്ചേരി, യാനം, കാരക്കൽ, മാഹി. നേരത്തെ പറഞ്ഞത് അഹമ്മദ് ക, ബറൂച്ച്, ബർച്ച്, നാഗത്തെ കണ്ടു, നാഗപട്ടണം അല്ലെ, ചിന്നസുരയുടെ വീട് ചിൻസുര. അങ്ങനെ ആലോചിച്ച് നോക്കുക. അതുപോലെ ഫ്രഞ്ച് എന്ന് കേൾക്കുമ്പോൾ മാഹി, കാരക്കൽ, യാനം, പോണ്ടിച്ചേരി എന്നീ പ്രദേശങ്ങളിൽ മാത്രമായിട്ട് ഫ്രഞ്ചുകാർ ചുരുങ്ങി. ചിൻസുര കണ്ട ഇവിടെ കാണാൻ പറ്റും, ഡച്ചുകാരുമായി ബന്ധപ്പെട്ട് ചിൻസുര. അഹമ്മദാബാദ്, ബറൂച്ച് ഇവിടെ ഗുജറാത്തിലാണ്. ചിൻസുര വെസ്റ്റ് ബംഗാളിലാണ്. നാഗപട്ടണം തമിഴ്നാട്ടിലാണ് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കൂ, ബാക്കി പച്ച കളറിൽ കാണുന്നു യാനം ആന്ധ്രാപ്രദേശില്, പോണ്ടിച്ചേരി, കാരക്കൽ തമിഴ്നാട്ടില്, മാഹി കേരളത്തില്. ഇതൊക്കെ ഈ 4 സ്ഥലങ്ങളും ഫ്രഞ്ചുകാരുടേതാണ്. യാനം എന്ന് പറഞ്ഞുകൊണ്ട് ആന്ധ്രാപ്രദേശില്, പോണ്ടിച്ചേരി, കാരക്കൽ തമിഴ്നാട്ടില്, മാഹി കേരളത്തില്. 3 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലാണ് ഈ ഫോട്ടോയിലുള്ള ഫ്രഞ്ചുകാരുടെ സ്ഥലങ്ങൾ. ഡച്ചുകാരെ കുറിച്ച് അഹമ്മദാബാദ്, ബറൂച്ച്, ചിൻസുര, നാഗപട്ടണം, അതും നിങ്ങൾ പഠിച്ചു. അപ്പൊ രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കണം. കർണാടക യുദ്ധങ്ങളെ കുറിച്ച് ഒരു ചെറിയ ഇൻട്രോ ഉണ്ട്. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള യുദ്ധങ്ങളാണ് കർണാടക യുദ്ധങ്ങൾ. ഇന്നത്തെ തമിഴ്നാടിന്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിലെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് കർണാടക. 3 കർണാടക യുദ്ധങ്ങളാണ് നടന്നത്. 3 വിശദമായി ക്ലാസ് എടുത്തിട്ടുണ്ട്, കാണുക കേട്ടോ. കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. അപ്പൊ ക്ലാസിന്റെ ലെങ്ത് ഇങ്ങനെ കൂടി പോകുന്നത് കൊണ്ട് തൽക്കാലം ഞാൻ 2 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ബാക്കി അടുത്ത ദിവസം സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് പഠിക്കാം. ഓർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച പരിഭാഷകൻ ആരായിരുന്നു? നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള യൂറോപ്യൻ കോട്ട ഏതായിരുന്നു? ഞാൻ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണിതാ ഈ വരുന്ന കാര്യങ്ങൾ. നിങ്ങൾ ഒരു പക്ഷേ പഠിക്കാത്ത, റാങ്ക് ഫയലൊന്നും ഇല്ലാത്ത കിഡിലൻ പോയിന്റുകളുണ്ട്. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. ക്ലാസ് ബോറടിച്ചാലും ലെങ്ത് കൂടുന്നതുകൊണ്ടോ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതും പറയുക. അതുകൊണ്ട് അവസാനിപ്പിച്ചാണ്. അടുത്ത ക്ലാസ് കാണാം. ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ. താങ്ക് യു.